ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ അറേ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അറേ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് എലമെൻറ്റ്സ് വരും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട ഒരു ഐറ്റം എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, അതായത് നമുക്ക് അറേ ഫിൽട്ടറിങ് എന്ന് പറയും. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റം എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. സാധാരണ നമ്മൾ ഈ അറേ ഒരു ഫോർ ലൂപ്പ് വെച്ച് ആ ഫോർ ലൂപ്പിൽ കൊടുത്തിട്ട് അതിനകത്ത് ഓരോ ഐറ്റവും ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ ലൈനിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ് പറയാൻ പോകുന്നത്. സം എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തൽക്കാലം ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. കാർസ് എന്ന് പറഞ്ഞൊരു അറേയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് സ്ക്വയർ ബ്രാക്കറ്റാണ് നമ്മൾ അറേ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തോടെ ഞാൻ ഫോർഡ് കുറച്ച് കാർ കമ്പനികളുടെ പേര് എൻ്റർ ചെയ്യുന്നു. ടൊയോട്ട, മസ്ദ, സുസുക്കി. ഇതിനകത്ത് ഈ ഒരു അറേ ഉണ്ട്. ഇതിനകത്ത് ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ കമ്പനി അതിനകത്ത് ഈ അറേയിൽ അവൈലബിൾ ആണോ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഒരു ഫംഗ്ഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്കതിനൊരു ഫോർ ലൂപ്പ് ഒന്നും വേണ്ട. നമ്മൾ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ റിസൾട്ടിനകത്തോട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കാർസ് ഡോട്ട് സം, ഇവിടുന്ന് ആ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടുക. അതിനകത്തോട്ട് നമുക്ക് ആരോ ഫംഗ്ഷൻ ആഡ് ചെയ്യണം. അപ്പോൾ ഓരോ കാറിൻ്റെ കമ്പനിയുടെ പേരും കാർ എന്നുള്ളൊരു പാരാമീറ്റർ വഴി നമുക്കിതിലോട്ട് പാസ് ചെയ്യാൻ ആരോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കർലി ബ്രാക്കറ്റ് ഇട്ട് ഒരു ഫംഗ്ഷൻ്റെ കോഡ് എഴുതാം. റിട്ടേൺ ചെയ്യുക എന്ത് കാർ ഈക്വൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാറുണ്ടോ, ഫോർ എക്സാമ്പിൾ മസ്ദ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് റിട്ടേൺ ചെയ്തുള്ള റിസൾട്ടിന് നമുക്ക് ഇന്നത്തെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് റിസൾട്ട് എന്നിട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്യാം. അപ്പം മസ്ദ ഉണ്ടെങ്കിൽ അത് ട്രൂ എന്ന് കാണിക്കണം. മസ്ദ ഉണ്ട്, അപ്പോൾ അത് ട്രൂ എന്ന് കാണിച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തൊരു കാറ് കൊടുക്കാം. ഇതിനകത്ത് നിസാൻ എന്നൊരു കാറുണ്ടോ നോക്കാം. അത് സേവ് ചെയ്യുക, നമുക്ക് റീഫ്രഷ് ചെയ്യുക. കണ്ടോ, നിസാൻ എന്നുള്ള കാർ ഇപ്പോൾ ഇല്ല. അപ്പം ഇതുപോലെ നമുക്ക് വളരെ ഉപകരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത്. ഇപ്പം നമുക്കൊരു അറേ ഉണ്ട്. അത് എത്ര വലിയ കണ്ടൻ്റ് ഉള്ളൊരു ഫംഗ്ഷൻ ഒരു അറേക്കകത്തും, അത് സ്ട്രിങ് അറേ ആയിക്കോട്ടെ ന്യൂമറിക് അറേ ആയിക്കോട്ടെ, നമുക്ക് അതിനകത്തുനിന്ന് പെട്ടെന്നൊരു കണ്ടൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐറ്റം ഒരു എലമെൻറ്റ് അതിനകത്ത് ഫൈൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ് സം എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ. അപ്പോൾ ഈ സം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ വീഡിയോ ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് തുടർച്ചയായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ.